തമിഴ്നാട്ടിൽ വീണ്ടും ടെസ്റ്റ്. വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഗവർണർ നിയമോപദേശം തേടി 118 പേരുടെ പിന്തുണ ഉറപ്പാക്കി. പിന്തുണക്കത്ത് നൽകിയാൽ മാത്രം സത്യപ്രതിജ്ഞ. TVKയ്ക്ക് ഇപ്പോഴുള്ളത് 113 MLA-മാരുടെ പിന്തുണ മാത്രം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞായറാഴ്ചയോടെ തീരുമാനമെന്ന് ഹൈക്കമാൻഡ്. KC-VD, ചെന്നിത്തല എന്നിവരെക്കുറിച്ച് നിരീക്ഷകർ MLA-മാരുടെ അഭിപ്രായം തേടും. ഫ്ലക്സ് യുദ്ധം തുടരുന്നു. MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു MP-യുടെ പേര് ഉയർന്നു വരുന്നത് വിരോധാഭാസമെന്ന് ഓർത്തഡോക്സ് സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അപ്രതീക്ഷിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുന്നണിയെയും ജനങ്ങളെയും കണക്കിലെടുത്ത് തുടർ നടപടി സ്വീകരിക്കും. തിരുത്തലുകൾ വരുത്തി ശക്തമായി തിരിച്ചുവരും. തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി തളിപ്പറമ്പ് നിയുക്ത MLA TK ഗോവിന്ദനും ഭാര്യയും. തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെയാണ് കോടിയേരിയുടെ വീട്ടിലെത്തിയത്. തന്റെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിലും കോടിയേരി പങ്കെടുക്കാറുണ്ടെന്ന് TK ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാലക്കാട്ടെ CPM-ൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുൻപിൽ തലകുഴിക്കാനില്ലെന്നും കപടമായ ഔദാര്യത്തെക്കാൾ അന്തസ്സുള്ള നിലപാടാണ് വലുതെന്നും അബ്ദുൾ ഷുക്കൂർ. തൃശൂർ ചെറുതുരുത്തിയിലെ 1-ാം ക്ലാസ്സുകാരിയുടെ മരണം വിഷബാധയെ തുടർന്നെന്ന ആരോഗ്യ വകുപ്പിന്റെ സ്ഥിരീകരണം. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സൻഹ ഫാത്തിമയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്. പഞ്ചാബിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 സ്ഫോടനങ്ങൾ. ജലന്ധറിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആസ്ഥാനത്തും അമൃത്സറിൽ ഖാസ സൈനിക ക്യാമ്പ് പരിസരത്തുമാണ് സ്ഫോടനമുണ്ടായത്. ജലന്ധറിലെ BSF ആസ്ഥാനത്ത് പുറത്ത് രാത്രി 8 മണിയോടെയായിരുന്നു ആദ്യ സ്ഫോടനം. ഇരുചക്രവാഹനമാണ് പൊട്ടിത്തെറിച്ചത്. വാഹനത്തിന്റെ ഉടമയ്ക്ക് പരിക്കേറ്റു. അന്വേഷണം നടക്കുകയാണെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പഞ്ചാബ് പോലീസ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.